അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 6-ലെ MTI റഡാർ ആണ്. അപ്പോൾ MTI റഡാർ എന്ന് പറയുമ്പോൾ M സ്റ്റാൻഡ്സ് ഫോർ മൂവിങ് ടി ടാർജറ്റ് ഐ ഇൻഡിക്കേഷൻ, ദാറ്റ് ഇസ് മൂവിങ് ടാർജറ്റ് ഇൻഡിക്കേഷൻ റഡാർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. MTI റഡാർ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു സിഗ്നൽ, അതായത് ആൻറ്റിന വഴി സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്കോസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഒബ്ജക്ട്സിൽ നിന്നും വരാം, മൂവബിൾ ടാർജറ്റ്സിൽ നിന്നും വരാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ എക്കോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂവിങ് ടാർജറ്റിൻ്റെ എക്കോസ് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ലാർജ് മൗണ്ടൻസ്, ലാർജ് ട്രീസ്, അതിൽ നിന്നുള്ള സിഗ്നൽസും വരും. പക്ഷെ അതൊരിക്കലും നമുക്ക് ആവശ്യമുള്ള എക്കോസ് അല്ല. അപ്പം അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എക്കോസ് ഫ്രം ദ സ്റ്റേഷനറി ഒബ്ജക്ട്സിന് പറയുന്ന പേരാണ് ക്ലട്ടേഴ്സ്. അപ്പോൾ MTI റഡാർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്ലട്ടർ, അതായത് സ്റ്റേഷനറി ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ കളഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള മൂവിങ് ടാർജറ്റിൻ്റെ മാത്രം എക്കോസ് നമുക്ക് കിട്ടാനാണ് MTI റഡാർ യൂസ് ചെയ്യുന്നത്. സാധാരണ റഡാർ എന്ന് പറയുമ്പോൾ ഈ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂവിങ് ടാർജറ്റിൻ്റെ ഇൻഫോർമേഷനും കാണും, സ്റ്റേഷനറി എക്കോസ് ഒബ്ജക്ട്സിൻ്റെ ഇൻഫോർമേഷനും കാണും. അപ്പോൾ അത് തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ MTI റഡാർ പോകുന്നത്. MTI റഡാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതുപോലെ സ്റ്റേഷനറി ഒബ്ജക്ട്സ് ആയിട്ടുള്ള ലാർജ് മൗണ്ടൻസ്, ട്രീസ്, അതിൽ നിന്ന് വരുന്നുള്ള സ്റ്റേഷനറി എക്കോസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് മൂവിങ് ടാർജറ്റിൻ്റെ മാത്രമുള്ള എക്കോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഷനറി ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന എക്കോ സിഗ്നൽസിന് പറയുന്ന പേരാണ് ക്ലട്ടേഴ്സ്. So MTI radar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we actually choose the radar in such a way that it considers only the signals that is due to the movable target and removes all other clutters. ക്ലട്ടേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് മൂവബിൾ ടാർജറ്റിനെ മാത്രം എക്കോസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ MTI radar യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും തിരിച്ചു വരുന്ന ഫ്രീക്വൻസിയും തമ്മിലൊരു ചേഞ്ച് കാണും. ആ ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ആ ഇതിൽ നിന്നാണ്, അതായത് ഈ ഫ്രീക്വൻസി ഡിഫറൻസിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റേഷനറി ഒബ്ജക്ട്സിനെയും അതുപോലെ തന്നെ മൂവബിൾ ടാർജസിനെയും നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഡോപ്ലർ എഫക്റ്റ് വെച്ചാണ്. അപ്പോൾ MTI റഡാറിൽ എങ്ങനെയാണ് ക്ലട്ടറും മൂവബിൾ ടാർജറ്റിനെ അലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏത് തന്നെയാണ്, ഡോപ്ലർ എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ MTI റഡാറിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്മിറ്റർ ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ്. ഇത് സിലബസിലുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് MTI റഡാർ വിത്ത് പവർ ആംപ്ലിഫയർ ട്രാൻസ്മിറ്ററും അടുത്തെന്ന് പറയുന്നത് MTI റഡാർ വിത്ത് പവർ ഓസിലേറ്റർ ട്രാൻസ്മിറ്ററും. അതായത് രണ്ട് ടൈപ്പാണ്. ദേ വേരി ഓൺ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്റർ സെക്ഷനിലെ ഒരു ചെറിയ ചേഞ്ച് വെച്ചാണ് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. റിസീവിംഗ് സെക്ഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്, ആകെ ചേഞ്ച് വരുന്ന ട്രാൻസ്മിറ്റർ സെക്ഷനിലാണ്. അതായത് ട്രാൻസ്മിറ്ററിൽ ഒരു പവർ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ള റഡാർ ആണെങ്കിൽ ദാറ്റ് ഇസ് MTI റഡാർ വിത്ത് പവർ ആംപ്ലിഫയറും, ഒരു പവർ ഓസിലേറ്റർ വെച്ചാണ് ട്രാൻസ്മിറ്റർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് MTI റഡാർ വിത്ത് പവർ ഓസിലേറ്റർ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ബ്ലോക്ക് ഡയഗ്രം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചോണേ, ഇതാണ് ഏറ്റവും നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ MTI റഡാർ എന്ന് പറയുമ്പോൾ നമ്മൾ വൈഡ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. സോ ദാറ്റ് ഇസ്, അപ്പോൾ ചിലപ്പോൾ എക്സാമിന് MTI റഡാർ വിത്ത് പവർ ആംപ്ലിഫയർ ട്രാൻസ്മിറ്റർ എന്ന് പറയില്ലായിരിക്കും. എക്സ്പ്ലെയിൻ MTI റഡാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് ഈ പടമാണ്. മറ്റേത് സ്പെഷ്യലായിട്ട് പവർ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ മാത്രം അത് മെൻഷൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓസിലേറ്റേഴ്സ് ഉണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത് കൊഹിറന്റ് ഓസിലേറ്ററും വേറെ ഒരെണ്ണം ലോക്കൽ ഓസിലേറ്ററുമാണ്. ഈ കൊഹിറന്റ് ഓസിലേറ്ററിനെയാണ് നമ്മൾ കൊഹോ എന്ന് പറയുന്നത്. അതായത് കൊഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനറി ഒബ്ജക്ട്സും അതുപോലെ തന്നെ മൂവബിൾ ടാർജറ്റ്സും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പം സിഗ്നലിൻ്റെ ഫേസിലും വേരിയേഷൻസ് കാണും. അതായത് സ്റ്റേഷനറി സിഗ്നൽസിനാണെങ്കിൽ ഫേസിൽ വലിയ വേരിയേഷൻസ് കാണത്തില്ല, പക്ഷെ മൂവബിൾ ടാർജറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫേസിൽ വേരിയേഷൻ കാണും. അപ്പോൾ ഫേസിൽ വേരിയേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു റെഫറൻസ് സിഗ്നൽ എന്താണെങ്കിലും വേണം അത് കമ്പയർ ചെയ്യാൻ. അപ്പോൾ ശരിക്കും ഇവിടുത്തെ റെഫറൻസ് സിഗ്നൽ ആയിട്ടാണ് ഈ കൊഹിറന്റ് ഓസിലേറ്ററിൻ്റെ സിഗ്നൽ കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ FC വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ ഒരു ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഉണ്ട്, അതാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി മിക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോക്കൽ ഓസിലേറ്റർ. അപ്പോൾ ഇത് സ്റ്റേബിൾ ലോക്കൽ ഓസിലേറ്റർ ആണ്. അതാണ് സ്റ്റാലോ എന്ന് ചിലതിൽ പറയും. സ്റ്റാലോ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ലോക്കൽ ഓസിലേറ്റർ. അതിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് FL. അപ്പോൾ ഇവിടെ രണ്ട് ഓസിലേറ്റർ ഉണ്ട്. ഒന്ന് ഇത് റെഫറൻസ് ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, അതാണ് കൊഹിറന്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് റെഫറൻസ് സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് സ്റ്റേബിൾ ലോക്കൽ ഓസിലേറ്റർ, അതായത് നമുക്ക് റിസീവിംഗ് സെക്ഷനിലും ട്രാൻസ്മിറ്റർ സെക്ഷനിലും ഒരുപാട് അതേ ഫ്രീക്വൻസി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വെച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേബിൾ ആണ്. അതായത് അതിൻ്റെ ആ ഫ്രീക്വൻസി മാറുന്നില്ല.
അതാണ് സ്റ്റേബിൾ ലോക്കൽ ഓസിലേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ട്രാൻസ്മിറ്റർ സെക്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ട്രാൻസ്മിറ്റർ സെക്ഷനിലെ മിക്സറിൽ 2 ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് ഇവിടെ കൊടുക്കുന്നത് FL, ഒന്ന് ഇവിടെ വരുന്നത് FC. അതായത് FC സ്റ്റാൻഡ്സ് ഫോർ കൊഹറൻറ്റും FL എന്ന് പറയുന്നത് എന്താണ്, ലോക്കൽ ഓസിലേറ്ററിന്റെ സിഗ്നൽ. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത സിഗ്നലാണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്, മിക്സറിൽ കൊടുക്കുന്നത്. അപ്പൊ മിക്സറിൽ നമുക്ക് വരുമ്പോൾ എന്താ, രണ്ടിന്റെയും സമ്മും ഡിഫറൻസും ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും വരുന്നത്. ആ ഒരു സിഗ്നലിനെയാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്, പവർ ആംപ്ലിഫയറിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് അതിന് വേണ്ടിയുള്ള എത്ര ലെങ്ത് ഉള്ള പൾസ് കൊടുക്കണം, അതാണ് ഈ പൾസ് മോഡുലേറ്റർ. അതായത് എത്ര വിട്ടുള്ള എത്ര നേരം അത് കൊടുക്കണം, ആ ഡിറ്റർമിൻ ചെയ്യാനാണ് ഈ പൾസ് മോഡുലേറ്റർ യൂസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, FL പ്ലസ് FC പ്ലസ് ഓർ മൈനസ് FC എന്നുള്ള സിഗ്നലാണ് നമ്മളിവിടെ ആംപ്ലിഫൈ ചെയ്യുന്നത്. ആ സിഗ്നലിനെയാണ് നമ്മൾ എന്തൊരു ആന്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി തിരിച്ച് റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ ഡ്യൂപ്ലെക്സർ എന്ത് ചെയ്യും, ആ സിഗ്നലിനെ റിസീവ് ചെയ്യും. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഓൾറെഡി FL ഉണ്ട് FC ഉണ്ട്, FL പ്ലസ് ഓർ മൈനസ് FC ഉണ്ട്. അതിന്റെ കൂടെ ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വരുന്ന സിഗ്നൽ എന്തായിരിക്കും, ഒരു ഡോപ്ലർ ഷിഫ്റ്റ് കാണുമല്ലോ, അതാണ് FD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ FL കാണും, ഇവിടെ FC കാണും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് എന്ത് കാണും, FL പ്ലസ് ഓർ മൈനസ് FC. അതിന്റെ കൂടെ ഇവിടെ നിന്ന് വരുന്ന ഒരു ഡോപ്ലർ ഷിഫ്റ്റും കാണും, അതാണ് FD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ FD ആണ് എന്തിലേക്ക് കൊടുക്കുന്നത്, ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിൽ കൊടുക്കുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി അല്ല, സോറി, മിക്സറിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ മിക്സറിൽ എന്താണ്, നമുക്ക് ഇവിടുന്ന് വരുന്ന ഔട്ട്പുട്ടും ഉണ്ട്, അതുപോലെ ഇവിടുന്ന് ഒരു ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്. ഇതിന്റെ എന്താണ്, FL ആണ്. ഓക്കെ, സോ ദിസ് ഇസ് FL. അതുപോലെ തന്നെ മറ്റേതെന്ന് പറയുന്നത് എന്താണ്, ദ അതർ വൺ ഇസ് FL പ്ലസ് ഓർ മൈനസ് FD. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താണ്, FL പ്ലസ് FC പ്ലസ് ഓർ മൈനസ് FD അല്ലേ. അതായത് ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നും കൂടി എഴുതിയേക്കാണ്, ഞാൻ വേണേൽ ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് ഇവിടെ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ സെക്ഷൻ. അപ്പൊ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ ആദ്യം ഇവിടെ ഒരു ലോക്കൽ ഓസിലേറ്ററിന്റെ FL ഉണ്ട്, കൊഹിറന്റ് ഓസിലേറ്ററിന്റെ FC ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് മിക്സറിലെ പ്ലസ് ഓർ മൈനസ് സിഗ്നൽ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് FL പ്ലസ് FC മാത്രമാണ് കടത്തി വിടുന്നത്. ഓക്കെ, അപ്പൊ FL പ്ലസ് FC ആയിരിക്കും നമ്മുടെ പവർ ആംപ്ലിഫയറിൽ വരുന്നത്. ഈ പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഡ്യൂപ്ലെക്സർ വഴി സെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ വരുന്ന സിഗ്നൽ എന്താണ്, FL പ്ലസ് FC. എന്നിട്ട് ഇതാണ് ആന്റിന വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആന്റിന വഴി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അത് തിരിച്ച് ടാർജറ്റിൽ തട്ടിയിട്ട് തിരിച്ചു വരും. അപ്പൊ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ ഒരു ചേഞ്ച് കാണും അല്ലെ. ഈ സിഗ്നലിൽ നിന്ന് ഒരു പ്ലസ് ഓർ മൈനസ് ചേഞ്ച് കാണും. അതാണ് നമ്മൾ എന്തുമായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കണം, FD ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കണം. അപ്പൊ ഇവിടുന്ന് ഈ റിസീവിംഗ് സെക്ഷനിൽ നിന്ന് വരുന്ന സിഗ്നൽ എന്തായിരിക്കും, FL പ്ലസ് FC പ്ലസ് ഓർ മൈനസ് FD. ഓക്കെ, ഇവിടെ നിന്ന് പോയത് FL പ്ലസ് FC, അത് തിരിച്ചു വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് FDയും കൂടെ വരും. ഇനി ഈ മിക്സർ 2 വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഏതാ കൊടുക്കുന്നത്, FL അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഈ FL ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ മിക്സറിൽ എന്ത് ചെയ്യും, ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്. ആ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ FL സിഗ്നൽ പോകും. ഓക്കെ, ഈ FL സിഗ്നൽ പോയി നമുക്ക് എന്ത് മാത്രം കിട്ടും, FC പ്ലസ് ഓർ മൈനസ് FD കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ FC പ്ലസ് ഓർ മൈനസ് FD സിഗ്നലാണ്. അപ്പൊ ഈ മിക്സർ 2 ഇതിന്റെ ഡിഫറൻസ് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ലോക്കൽ ഓസിലേറ്ററിന്റെ സിഗ്നൽ പോയി. എന്നിട്ട് ഈ സിഗ്നലിനെ എന്ത് ചെയ്യും, ഈ ആംപ്ലിഫയർ ആംപ്ലിഫൈ എന്നിട്ട് ഇതൊരു ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഫേസ് ഡിറ്റക്ടറിൽ നമുക്ക് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടാവും, നമ്മുടെ അതായത് ആ കൊഹിറന്റ് ഓസിലേറ്ററിന്റെ സിഗ്നൽ ഉണ്ട്, FC ഉണ്ട്, പിന്നെ നമ്മുടെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി കൊഹിറന്റ് ഓസിലേറ്റർ ഉണ്ട്. അതായത് ഈ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മുടെ റെഫറൻസ്. അപ്പൊ ഈ സ്റ്റേഷനറിന്ന് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മിക്കപ്പോഴും എന്തായിരിക്കും, ഈ FC തന്നെയായിരിക്കും ഏകദേശം. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഫേസ് ഡിറ്റക്ടറിൽ വരുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഫേസ് ഡിഫറൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ FC ആയിട്ടാണ് ഈ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം വേരിയേഷൻസ് ഉണ്ട്. അതേ സെയിം ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് മാത്രം, എന്നിട്ട് എന്ത് മാത്രം എടുക്കും, FD എടുക്കും. അപ്പൊ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഡിലേ ലൈൻ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് റിസീവിംഗ് സെക്ഷനിലാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഫേസ് ഡിറ്റക്ട് ചെയ്യാണ് ചെയ്തത്. ഈ കിട്ടിയ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഡിലേ ലൈൻ ക്യാൻസലറിൽ കൊടുത്തിട്ടാണ് ഈ FDനെ മാത്രമായിട്ട് എടുക്കുന്നത്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. MTA റഡാർ വിത്ത് പവർ ആംപ്ലിഫയർ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് സ്റ്റേഷനറി എക്കോസിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇവിടെ 2 ഓസിലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കൊഹിറന്റ് ഓസിലേറ്ററും അടുത്തത് ലോക്കൽ ഓസിലേറ്ററും. ലോക്കൽ ഓസിലേറ്ററിന്റെ സിഗ്നലിന്റെ ആണ് FLഉം കൊഹിറന്റ് FC. അത് രണ്ടും കൂടെ മിക്സർ 1ൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ഡിസൈൻ സച്ച് ദാറ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, FL പ്ലസ് FC മാത്രമുള്ള ഔട്ട്പുട്ട് മാത്രമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഡ്യൂപ്ലെക്സർ വഴി ഇത് സെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാണ്, FL പ്ലസ് FC.
ഇത് ആന്റിന വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത് ടാർജറ്റിൽ തട്ടി വരുമ്പോൾ അതിന് ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ച് കാണും. ആ ഒരു ചേഞ്ച് ഒരു പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അതാണ് നമ്മളൊരു പ്ലസ് ഓർ മൈനസ് എഫ് ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് മിക്സർ ടൂല് മിക്സ് ചെയ്യുമ്പോൾ അത് ഈ ലോക്കൽ ഓസിലേറ്റർ സിഗ്നലുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിഫറെന്റ് സിഗ്നലാണ് ഈ മിക്സർ ടു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എഫ് എല്ലിൽ പോയിട്ട് നമുക്ക് എന്ത് മാത്രം കിട്ടും? എഫ് സി പ്ലസ് ഓർ മൈനസ് എഫ് ഡി കിട്ടും. എന്നിട്ട് ആ സിഗ്നലിൽ വീക്ക് ആയെങ്കിൽ അതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഫേസ് ഡിറ്റക്ടറിൽ കൊടുക്കും. അപ്പോൾ ഫേസ് ഡിറ്റക്ടറിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ കൊഹിറന്റ് ഓസിലേറ്ററിന്റെ സിഗ്നലാണ്. അത് ഓൾറെഡി ഇതിനകത്തുണ്ട്, ഈ സിഗ്നലിനകത്ത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സെയിം ഫേസ് ഉള്ളതാണെങ്കിൽ അത് ഉള്ള സിഗ്നൽസ് എല്ലാം എന്തായിരിക്കും? സ്റ്റേഷനറി എക്കോസ് ആയിരിക്കും. ഡിഫറെന്റ് ഫേസ് ചേഞ്ച് ഉള്ളതായിരിക്കും എന്തോ മൂവിങ് ഒബ്ജക്ട്സ്. അപ്പോൾ അത് ആ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിൽ കൊടുക്കും? ഒരു ഡിലേ ലൈൻ ക്യാൻസലറിൽ കൊടുക്കും. ഈ ഡിലേ ലൈൻ ക്യാൻസലർ ആണ് ഈ സ്റ്റേഷനറി എക്കോസിനെ റിമൂവ് ചെയ്തത്. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിലേ ലൈൻ ക്യാൻസലർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഡിലേ ലൈൻ ക്യാൻസലറിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്ന ആ ഫേസ് ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ട് അതായത് ആ ഇൻഫോർമേഷനെ നമ്മൾ എന്തിലേക്ക് കൊടുക്കും? ഒരു എ ടു ഡി കൺവേർട്ടറിലേക്ക് കൊടുക്കും. ഈ എ ടു ഡി കൺവേർട്ടർ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഡിലേ എലമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിലേ എലമെന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ ആണ് ടി പി. അപ്പോൾ അതായത് ആ വരുന്ന സിഗ്നലിനെ അതേപടി നമ്മൾ കൊടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഒരു ഡിലേ കൊടുത്തും ചെയ്യും. ഇപ്പൊ ഡിലേ കൊടുക്കുന്ന സിഗ്നലിനെ പിന്നെ കൊടുത്തേണ്ട ഒരു സബ്ട്രാക്ഷൻ ആണ്. ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ സെയിം സിഗ്നൽ ആണെങ്കിൽ അതിനൊരു ഡിലേ കൊടുത്താലും ആ സിഗ്നൽ എന്ത് തന്നെ നിൽക്കും, അതുമായിട്ട് തന്നെയല്ലേ നിൽക്കുള്ളൂ. അപ്പൊ ഇൻ എഫക്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും? ക്യാൻസൽ ആയി പോകും. പക്ഷെ ഒരു ഫേസ് ചേഞ്ച് ഉള്ള സിഗ്നൽ ആണെങ്കിൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? ആ ഡിലേയുടെ ഈ ഡിഫറൻസിൽ ഒരു ഔട്ട്പുട്ട് 0 ആവോ? ഇല്ല, ഒരിക്കലും 0 ആവില്ല. ഒരു വാല്യൂ കാണും. ആ വാല്യൂവിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് എന്നിട്ട് അതിനെ നമ്മൾ അനലോഗ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്ന ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും? മൂവിങ് ടാർജറ്റിന്റെ ആയിരിക്കും. അതായത് ഇവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. സ്റ്റേഷനറി എക്കോ കൺസെപ്റ്റ് എന്ന് പറഞ്ഞതാണ്, സ്റ്റേഷനറി എക്കോസിനെ ഫേസിന് ചേഞ്ച് ഉണ്ടാവില്ല. അത് ഒരു ടൈം കഴിഞ്ഞ് നോക്കിയാൽ അത് തന്നെയായിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഫേസ് ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. പക്ഷെ മൂവിങ് ടാർജറ്റിന്റെ ഫേസിന് ചേഞ്ച് കാണും. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് അതിന് അനലോഗസ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഫ്രീക്വൻസി ഇൻഫോർമേഷൻ കിട്ടും. ആ ഫ്രീക്വൻസി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂവിങ് ടാർജറ്റിന്റെ ഇൻഫോർമേഷൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ MTI റഡാർ വെച്ച് സ്റ്റേഷനറി എക്കോസിനെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ച് അനലൈസ് ചെയ്യുന്നത്? ആ മൂവിങ് ടാർജറ്റിന്റെ ഇൻഫോർമേഷൻ മാത്രം ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു അനാലിസിസ് ആണ്, അതായത് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന V1 V2 V1 എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന സിഗ്നൽ. അതെന്ന് പറയുന്നത് K × sin 2πfd × t - 5. അതിന് ഒരു ഡിലേ കൊടുത്തിട്ടാണ് നമ്മൾ V2. നോക്കി ഈ പടത്തിനകത്ത് കണ്ടോ, ഇവിടെ വരുന്ന സിഗ്നലാണ് V1, അതിന് ഡിലേ കൊടുത്ത് വരുന്ന സിഗ്നലാണ് V2. ഓക്കെ, അപ്പൊ നമ്മൾ V2 എന്ന് പറയുന്ന ഒരു സിഗ്നലിന് ഒരു ഡിലേ കൊടുക്കുന്നു. എത്രയാണ്? TP ഡിലേ കൊടുത്തു. എന്നിട്ട് ഈ ഇതിന്റെ തമ്മിലുള്ള സബ്ട്രാക്ഷൻ ആണ് ഈ സബ്ട്രാക്ടർ ചെയ്യുന്നത്. കണ്ടോ, ഈ സബ്ട്രാക്ടർ എന്ത് ഈ രണ്ട് സിഗ്നൽസിനെയും V2നെയും V1നെയും സബ്ട്രാക്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ രണ്ട് സിഗ്നലിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇതൊരു സൈൻ കമ്പോണന്റ് ആണ്, ഇത് സൈൻ കമ്പോണന്റ് ആണ്. അപ്പോൾ sin A - sin B എന്നുള്ള ഫോമുല നമുക്ക് എന്ത് എഴുതാം? 2 sin A - B × cos A + B എന്ന് എഴുതാലോ. ആ ഒരു ഫോമുല എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും. അപ്പൊ എന്നിട്ട് അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. അപ്പൊ അതിനകത്ത് സെയിം ആയിട്ടുള്ളത് ക്യാൻസൽ ആവും. അവസാനം നമ്മളത് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതായത് 2K sin πfd TP cos 2π, ഇത് പൈ ആണ്, πfd TP cos 2πfd t മൈനസ് πfd TP -5. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? നമ്മളിത് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആംപ്ലിറ്റ്യൂഡും ഇതെന്ന് പറയുന്നത് എന്താ? ഇതാണ് ഇൻഫോർമേഷൻ. ഇതില് ഈ H of F എന്ന് പറഞ്ഞാൽ അതായത് ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അപ്പൊ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നതായിരിക്കും എന്ത്? നമ്മുടെ മൂവിങ് ടാർജറ്റിന്റെ ഇൻഫോർമേഷൻ. അപ്പൊ ആ ഡിഫറൻസ് കഴിയുമ്പോൾ നമുക്ക് ആ സിഗ്നലിന്റെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫോർമേഷനും കിട്ടും, അതായത് ആ മൂവിങ് ടാർജറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫോർമേഷനും കിട്ടും, അതുപോലെ തന്നെ അതിന്റെ ഫേസ് ഇൻഫോർമേഷനും കിട്ടും. ആ ഫേസ് ഇത് രണ്ടും നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ഈ MTI റഡാറിൽ നിന്ന് കിട്ടും. അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഇവിടെ പഠിക്കുന്നതിൽ സ്റ്റേഷനറി എക്കോസ് പോവും, അതായത് സെയിം ആയിട്ടുള്ളത് ക്യാൻസൽ ആയി പോകും. കിട്ടുന്ന ഡിഫറൻസ് സിഗ്നലിലെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫോർമേഷനും കാണും, ഫേസ് ഇൻഫോർമേഷനും കാണും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും? മൂവിങ് ടാർജറ്റിന് സ്റ്റഡി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡിലേ ലൈൻ ക്യാൻസലറിന് ഒരു ഡിഫക്റ്റ് ഉണ്ട്, അതാണ് ബ്ലൈൻഡ് സ്പീഡ്. അതാണ് ഇനി എന്താണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പടം തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഔട്ട്പുട്ട് V എന്ന് പറയുന്നത് H of F × cos 2πfd - πfd t ആണ്. അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? sin of πfd t ആണ്.
അപ്പോൾ നമുക്കറിയാം സൈൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് മൾട്ടിപ്പിൾ ഓഫ് പൈ സൈൻ. അപ്പോൾ ഈ ഇതല്ലേ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മാത്രം നോക്കുക. ആംപ്ലിറ്റ്യൂഡ് അപ്പോൾ അതായത് നമ്മുടെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, വരുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, 2π sin π FD × t. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മൾ പൈയുടെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം എന്തായി മാറും, 0 ആയി പോകില്ലേ. π, 2π, 3π എല്ലാം എന്തായി മാറും, 0 ആയി പോകും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആവും. എപ്പോഴാണ് 0 ആവുന്നത്, പൈയുടെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ 0 ആവും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ചില ടാർജറ്റിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാതെ പോകും. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് പൈ കേസിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള മൂവിങ് ടാർജറ്റ്സിൻ്റെ ഇൻഫോർമേഷൻ കിട്ടത്തില്ല. അതാണ് ഈ MTA റഡാറിൻ്റെ ഒരു ഡിഫക്റ്റ്. അതിനെ പറയുന്നതാണ് ബ്ലൈൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതായത് പൈ FD × TP = Nπ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഒരു പോർഷൻ, ഈ സൈൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, പൈ FD × TP ഈ പറയുന്ന പോർഷൻ അല്ലേ. അപ്പം ആ പോർഷൻ, ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്, പൈ FD × TP ഈ ഒരു പോർഷൻ്റെ മൾട്ടിപ്പിൾ ഓഫ് പൈ വരുവാണെങ്കിൽ ഇത് എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ അത് ആ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഈ അങ്ങനെയുള്ള മൂവിങ് ടാർജറ്റിൻ്റെ ഇൻഫോർമേഷൻ കിട്ടത്തില്ല. അതിനെയാണ് അപ്പോൾ ആ ഒരു കേസ് മാത്രമാണ് ഈ MTA റഡാറിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത്. സോ ദാറ്റ് ഈസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സിംഗിൾ ഡിലേ ലൈൻ ക്യാൻസലർ ബിക്കം 0 വെൻ ഡോപ്ലർ ഫ്രീക്വൻസി FD ഈസ് ഈക്വൽ ടു ഇൻഡിജർ മൾട്ടിപ്പിൾസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് പൾസ് റെപ്പിറ്റേഷൻ ടൈം TP. അപ്പോൾ ഇങ്ങനെ ഒരു കേസ്, അതായത് അപ്പോൾ എല്ലാ മൂവിങ് ടാർജറ്റിനെയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ വരുന്ന ഫ്രീക്വൻസീസ് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് എന്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, MTA റഡാറിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനെയാണ് ബ്ലൈൻഡ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ഡിലേ ക്യാൻസലർ രണ്ട് രീതിയിലുള്ള ഇതിനെ കളയും. സ്റ്റേഷനറി എക്കോസിനെ റിമൂവ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ എലിമിനേറ്റ്സ് ദ AC കമ്പോണൻസ് ഓഫ് എക്കോ സിഗ്നൽ റിസീവ്ഡ് ഫ്രം നോൺ സ്റ്റേഷനറി ടാർഗറ്റ്. നോൺ സ്റ്റേഷനറി ടാർജറ്റിൽ നിന്നുള്ള, അതായത് മൂവിങ് ടാർജറ്റിലുള്ള ചില വിത്ത് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ വരുന്ന സിഗ്നൽസിനെയും എന്ത് ചെയ്യും, ഇത് റിമൂവ് ചെയ്ത് കളയും. അതാണ് ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, so the relative velocity for which the frequency response of the single delay canceller becomes 0 are called blind speed. അപ്പോൾ ഇതാണ് ബ്ലൈൻഡ് സ്പീഡ്. അപ്പോൾ ബ്ലൈൻഡ് സ്പീഡിൻ്റെ ഒരു കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത്, VN = ഇതിൻ്റെ ഇക്വേഷനാണ് n(λ/2 TP). അപ്പോൾ ഇത് നമുക്ക് കുറയ്ക്കാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരിക്കുക, പിന്നെ കുറച്ചും കൂടെ ലാർജർ ബാൻഡ് വിഡ്ത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്ലൈൻഡ് സ്പീഡ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു വഴി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാണ്, MTA റഡാർ വിത്ത് പവർ ആംപ്ലിഫയർ. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, അതാണ് MTA റഡാർ വിത്ത് പവർ ഓസിലേറ്റർ ട്രാൻസ്മിറ്റർ. ഇതിനകത്ത് ആകെ ഒരു വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേണ്ടി ഇവിടെയാണ്. നേരത്തെ നമ്മൾ പവർ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മാഗ്നെട്രോൺ പവർ ഓസിലേറ്റർ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തപ്പം FL-ഉം FC-യും കൂടെ ചേർന്നാണ് എന്തിൽ കൊടുത്തത്, മിക്സറിൽ കൊടുത്തത്. ഇവിടെ അങ്ങനെയല്ല, ഈ മാഗ്നെട്രോണിന്റെ സിഗ്നലാണ് എന്തിലേക്ക് കൊടുക്കുന്നത്, ഈ മിക്സറിലേക്ക് കൊടുക്കുന്നത്. നേരത്തെ ഇവിടെ നിന്നുള്ളത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നെട്രോൺ ഓസിലേറ്ററിന് ഒരു ഫ്രീക്വൻസി കാണുമല്ലോ, ആ ഫ്രീക്വൻസി ലോക്കൽ ഓസിലേറ്റർ സിഗ്നലും കൂടെ കമ്പൈൻ ചെയ്ത് അതാണ് ഈ കൊഹറന്റ് ഓസിലേറ്ററിന്റെ റെഫറൻസ് ആയിട്ട്. അപ്പോൾ കൊഹറന്റ് ഓസിലേറ്റർ വർക്ക് ചെയ്യുന്ന ഏത് ഫ്രീക്വൻസിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഫ്രീക്വൻസിയിലായിരിക്കും. അതാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്ന ഫേസ് ഡിറ്റക്ടർ. നേരത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ആരോ നോക്കിയാൽ നേരത്തെ നമ്മൾ ചെയ്ത എന്താ, കൊഹിറന്റ്. നേരത്തെ പടം നോക്കിക്കോണം, കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ FC-യും FL-ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് FL + FC ചെയ്തത്. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നെട്രോൺ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫ്രീക്വൻസിയും ലോക്കൽ ഓസിലേറ്ററൂടെ മിക്സ് ചെയ്യും. അത് തന്നെയാണ് ഡ്യൂപ്ലക്സറിലേക്ക് പോകുന്നത്. ആ സിഗ്നലാണ് കൊഹിറന്റ് ഓസിലേറ്ററിന്റെയും ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് മാത്രമേ ഇതിനകത്ത് വരുന്ന ഒരു ചേഞ്ച് ഉള്ളൂ. ഇത് ബാക്കി എല്ലാ വർക്കിംഗ് എല്ലാം സെയിം ആണ്. ബാക്കിയെല്ലാം ഇതുപോലെ മിക്സർ വരുന്നു. അപ്പോൾ ഈ ലോക്കൽ ഓസിലേറ്ററിന്റെ സിഗ്നൽ പോയും പിന്നെ ഇന്റർമീഡിയറ്റ് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡിലേ ലൈൻ ക്യാൻസലറിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഒരുപോലെ തന്നെ പോവാം. അപ്പോൾ MTA റഡാർ വിത്ത് പവർ ആംപ്ലിഫയർ ഓസിലേറ്ററോ വിത്ത് പവർ ഓസിലേറ്റർ ചോദിച്ചാലും രണ്ട് ചോദിച്ചാലും ഡിലേ ലൈൻ ക്യാൻസലറിന്റെ എക്സ്പ്ലനേഷൻ സെയിം ആണ്. ആകെ ചേഞ്ച് വരുന്ന എവിടെയാണ്, ഈ ഒരു ബ്ലോക്കിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് MTA റഡാറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നോൺ കൊഹിറന്റ് MTA റഡാർ. നോൺ കൊഹിറന്റ് MTA റഡാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത MTA റഡാറിൽ രണ്ട് ഓസിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന്
ലോക്കൽ ഓസിലേറ്റർ ഉണ്ടായിരുന്നു, കൊഹിറന്റ് ഓസിലേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ് അല്ലേ. അപ്പൊ ആ ഒരു രണ്ട് സിഗ്നലിലൂടെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇവിടെ ചെയ്തത്. ഇവിടെ അതിന് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ക്ലട്ടർ എക്കോ തന്നെ റെഫറൻസ് സിഗ്നൽ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് the non-coherent MTR radar uses clutter echo as a reference signal to extract the Doppler shifted frequency. അപ്പോൾ അതായത് നമ്മളിവിടെ മൂവിംഗ് ടാർജിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ റെഫറൻസ് സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്ത് തന്നെയാണ്, ക്ലട്ടർ എക്കോ ആണ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഓസിലേറ്ററിന് ആ ഒരു കൊഹിറന്റ് ഓസിലേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അതിന് പകരം ക്ലട്ടർ എക്കോ തന്നെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, റെഫറൻസ് സിഗ്നൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ MTR റഡാർ സാധാരണ കൊഹിറന്റ് MTR റഡാറാണ്. കാരണം അതിനകത്ത് എന്താ ഒരു കൊഹിറന്റ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നോൺ കൊഹിറന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തില്ല, കൊഹിറന്റ് ഓസിലേറ്റർ ഇല്ല. അപ്പൊ നോൺ കൊഹിറന്റ് MTR റഡാറും കൊഹിറന്റ് MTR റഡാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ കൊഹിറന്റിനകത്ത് നമുക്ക് രണ്ട് ഇൻഫോർമേഷൻ കിട്ടും, ആംപ്ലിറ്റ്യൂഡും കിട്ടും, ഫേസും കിട്ടും. പക്ഷെ നോൺ കൊഹിറന്റിൽ നമ്മൾ ഒന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഒന്നുകൂടെ പറയാം, നോൺ കൊഹിറന്റിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് മാത്രമാണ് നോക്കുന്നത്. പക്ഷെ MTR റഡാറിൽ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷനും ഫേസ് വേരിയേഷൻസും നോക്കും. അപ്പൊ ഇവിടെ വരുന്ന വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ MTR റഡാറിൽ നമ്മൾ ഫേസ് ഡിറ്റക്ടർ ആണ് ബ്ലോക്ക് യൂസ് ചെയ്തെങ്കിൽ അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടർ. ഇപ്പൊ രണ്ട് ചേഞ്ചസ് ആണ് ഉള്ളത്. നോൺ കൊഹിറന്റ് MTR റഡാറിൽ കൊഹിറന്റ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലട്ടർ എക്കോയാണ്. രണ്ടാമത്തെ കാര്യം, ഫേസ് ഡിറ്റക്ടറിന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടർ ആണ്. അതായത് ഇവിടെ മൂവിംഗ് ടാർജറ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓൺലി ത്രൂ ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ്, ഫേസ് വേരിയേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, എക്കോ സിഗ്നൽ ഫ്രം ദ, അത് എന്തുകൊണ്ടാണ് എക്കോ സിഗ്നൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും എന്ത്, ഈ ക്ലട്ടർ എക്കോ. അതാണ് അതിനകത്ത് ഏറ്റവും ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. ക്ലട്ടർ എക്കോ എന്തുകൊണ്ടാണ് റെഫറൻസ് സിഗ്നൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും എന്ത്, ക്ലട്ടർ എക്കോയ്ക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇൻസ്റ്റെഡ് ഓഫ് ഒരു സെപ്പറേറ്റ് ഓസിലേറ്ററെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂവിംഗ് ടാർജറ്റ് ഇൻഫോർമേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ആ ബ്ലോക്ക് ഡയഗ്രം. അപ്പൊ ഇവിടെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഇവിടെ നേരത്തെ പടത്തിൽ നമ്മൾ ഒരു മോഡുലേറ്റർ ഉണ്ട്, ഇവിടെ ഒരു ഓസിലേറ്റർ ഉണ്ട്. ആ ഓസിലേറ്റർ വഴി ഡ്യൂപ്ലെക്സർ വഴി സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ആന്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് വരും. അപ്പൊ ഇവിടെ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് രണ്ട് സിഗ്നൽ ഉണ്ടാവും. അതായത് ഈ പവർ ഓസിലേറ്ററിന്റെ സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കാണും, ഈ വരുന്ന സിഗ്നലിനകത്ത് ക്ലട്ടർ ഇൻഫോർമേഷനും കൂടെ കാണും. അപ്പൊ അതിന്റെ കൂടെ എന്താണ്, ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിരിക്കില്ലേ. ആ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടറിലാണ് കൊടുക്കുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ ക്ലട്ടർ എക്കോസിന്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അത് തമ്മിൽ എന്തായിരിക്കും, വലിയ വേരിയേഷൻസ് കാണില്ല. പക്ഷെ അപ്പൊ ആ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ഉള്ളതായിരിക്കും എന്ത്, നമ്മുടെ മൂവിംഗ് ടാർജറ്റ്. അപ്പോൾ ഒരു ലിമിറ്റ് വെച്ച് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടാണ് കറസ്പോണ്ടിംഗ്ലി ആ ഫ്രീക്വൻസി ഇൻഫോർമേഷൻ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നോൺ കൊഹിറന്റ് MTR റഡാർ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് നമുക്ക് റഡാർ ട്രാൻസ്മിറ്റേഴ്സ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ കൊഹിറന്റ് MTR റഡാറും നോൺ കൊഹിറന്റ് MTR റഡാറും, ഇത് രണ്ടും സ്റ്റേഷനറി എക്കോസിനെ റിമൂവ് ചെയ്തിട്ട് ക്ലട്ടർ എക്കോസിനെ റിമൂവ് ചെയ്യും, മൂവിംഗ് ടാർജിനെ ലൊക്കേറ്റ് ചെയ്യാനാണ്. അതിൽ നോൺ കൊഹിറന്റ് MTR എന്ന് പറഞ്ഞാൽ കൊഹിറന്റ് ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, ക്ലട്ടർ എക്കോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൊഹിറന്റ് MTR റഡാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മൾ അതിനകത്ത് ആ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, പവർ ഓസിലേറ്ററും ഉണ്ട്, പവർ ആംപ്ലിഫയറും ഉണ്ട്. അപ്പൊ രണ്ട് ഓസിലേറ്റേഴ്സ്, പിന്നെ ഡിലേ ലൈൻ ക്യാൻസലറിന്റെ കാര്യം പറയണം. അതിന്റെ കൂടെ ബ്ലൈൻഡ് സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ഡിഫക്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.